യഥാർത്ഥ ഹിന്ദുമഹാസഭ അങ്ങനെ ഒരു പ്രസ്താവന ഇതുവരെ നടത്തിയിട്ടില്ല. ഇവിടെ നിലമ്പൂരിൽ കണ്ടത് ഹിന്ദു മഹാസഭയുടെ പേര് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യാജനാണെന്ന് എല്ലാ ആൾക്കാർക്കും വ്യക്തമായിട്ട് അറിയുന്നതാണ്. അദ്ദേഹത്തിന് സംഘടനയുമായിട്ട് ഒരു ആധികാരിക ബന്ധമൊന്നുമില്ല. അത് സംഘടനയിൽ നിന്ന് ഒരു വിമത വിഭാഗമുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ചക്രപാണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കേരളത്തിന്റെ നേതാവായിട്ടാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പിന്നിൽ യാതൊരു ദേശസ്നേഹികളോ അല്ലെങ്കിൽ സനാതനികളോ ഇല്ല. കാരണം അദ്ദേഹം നിരവധി പീഡന കേസുകളിലെ പ്രതിയാണ്. അതിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് റാണിക്കുളത്തിൽ വെച്ചിട്ട് പെണ്ണുങ്ങളെ കുളിസീൻ പിടിക്കാൻ പോയി ശല്യപ്പെടുത്തിയതിന്റെ പേരിൽ അടികിട്ടി അവിടെ നിന്ന് ഓടിച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നേച്ചർ അവിടുത്തെ ആൾക്കാർക്ക് നല്ലപോലെ അറിയുന്നതാണ്. അപ്പം അതുപോലെ ഒരു ബീഫ് കച്ചവടം നടത്തുന്ന ഒരു വ്യക്തി ഇവിടെ വന്ന് സ്വരാജിനെ പോലെ ഒരാൾക്ക് പിന്തുണ കൊടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലെന്ന് അറിയില്ല. അതിന്റെ പിന്നിൽ എനിക്ക് തോന്നുന്നു ബിജെപിയുടെ എന്തോ കളി ഉണ്ടാവണം. കാരണം ബിജെപി ഇത് ഹിന്ദുമഹാസഭയുടെ ഇവിടുത്തെ കേരളത്തിന്റെ ഒരു പ്രസൻസ് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ്. അത് ഇതിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഹിന്ദു മഹാസഭയുടെ സ്ഥാനാർത്ഥി നോമിനേഷൻ പിൻവലിച്ചത് സംഘടനാ തലത്തിലുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണോ? 100%. അതായത് പി.കെ. കൃഷ്ണദാസും അതുപോലെ തന്നെ ബി. ഗോപാലകൃഷ്ണനും കൂടെ ചേർന്നിട്ടാണ് അവരെ സ്വാധീനിച്ചത്. അവരാദ്യം വിരട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഇത് നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ട ചില ഓഫറുകളും കൊടുത്തിട്ടാണ് അവരെ പിന്മാറ്റിച്ചത്. അതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിശദീകരണം കൊടുക്കുകയും ചെയ്തതാണ് മാധ്യമങ്ങളിൽ. നിലവിൽ നിലമ്പൂരിൽ ആർക്കാണ് രാഷ്ട്രീയ പിന്തുണ? നിലമ്പൂരിൽ ഇപ്പോൾ നമ്മുടെ ഒരു കുടുംബ വോട്ടും അല്ലെങ്കിൽ നമ്മളുടെ ഒരു സമുദായത്തിന്റെ ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഒരു 10-20,000 വോട്ട് ഇവിടെയുണ്ട്. കാരണം 36 ലക്ഷം ജനങ്ങൾ വരുന്ന ഒരു ഈഴവ സമുദായത്തിന്റെ ഒരു ബന്ധം എനിക്കുള്ളത് പൊതുവെ ഇവിടുത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയുമെന്ന് തോന്നില്ല. ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത് ഇന്ന് സ്വരാജൊക്കെ ഇവിടെ വിപ്ലവം പറഞ്ഞു നടക്കുന്നു. യഥാർത്ഥത്തിൽ വിപ്ലവം ഇവിടെ ഉണ്ടാക്കിയത് ശ്രീനാരായണ ഗുരുവും നാണിയാശാനും ചേർന്നാണ്. ആദ്യമായിട്ട് വർഗീയതയ്ക്കെതിരെ പോരാടിയത് നാണിയാശാനും ഗുരുവാണ്. ആ ഒരു വോട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ശ്രീനാരായണ ഗുരുഭക്തരുടെയൊക്കെ ഏറ്റവും വലിയ ഒരു വോട്ട് നമുക്കിവിടെ ഉണ്ട്. പക്ഷെ അവരെ ഒന്നും ഞാൻ ഇതിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ആദ്യത്തെ അരിയപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് പോലും എന്റെ മുത്തശ്ശനും ഗുരുവും ചേർന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇന്ന് ആൾക്കാർക്ക് ആരാധിക്കാൻ പറ്റുന്നത്, ഇന്നിവിടെ അഭിമാനത്തോട് നടക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു മതപരമായിട്ടോ അല്ലെങ്കിൽ ജാതിപരമായിട്ടുള്ള വോട്ട് പിടിക്കാൻ ഞാൻ പോകുന്നില്ല. ഈവൻ ദോ അങ്ങനെ അല്ലെങ്കിൽ കൂടിയും എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിഷ്പക്ഷ ഒരു പ്രവർത്തനം നടത്തുന്ന ജനകീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന നല്ല നല്ല ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരെ തിരിച്ചറിഞ്ഞ് മനസാക്ഷി വോട്ട് കൊടുക്കുക അല്ലെങ്കിൽ നോട്ടയ്ക്ക് കൊടുക്കുക എന്നേ പറയുന്നുള്ളൂ. കാരണം എനിക്ക് പോയിന്റ് ചെയ്ത് പറയാൻ അങ്ങനെ ആരും കാണുന്നില്ല. പിന്നെ ആര്യാടൻ ഷൌക്കത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ ഇവിടെ വർഗീയതയ്ക്കെതിരെ, മുസ്ലിം ലീഗിന്റെ വർഗീയതയ്ക്കെതിരെ പോലും അതിശക്തമായിട്ട് നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. അപ്പം ജനങ്ങൾക്ക് അദ്ദേഹം യൂസ്ഫുൾ ആണെങ്കിൽ അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. അല്ലെങ്കിൽ ഇപ്പൊ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വേദനിക്കുന്ന ഇതാണ് ശബരിമല വിഷയത്തിൽ കാണിച്ചു വെച്ചത്. അദ്ദേഹത്തിന്റെ നാക്കെന്ന് പറയുന്നത് അത്രയും മനുഷ്യരുടെ, അതായത് പ്രത്യേകിച്ച് സനാതനികളുടെയും ഹിന്ദുക്കളുടെയും മനസ്സിനെ വ്രണപ്പെടുത്തുന്ന കാര്യമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സ്വരാജിനെ പറ്റി ഒന്നും പറയാൻ സാധിക്കാത്തൊരിത്. എന്നാൽ ഈ സ്വരാജിനെയൊക്കെ പിന്തുണയ്ക്കാൻ ഇദ്ദേഹം ഈ പറയുന്ന ഒരു സായു സ്വരൂപനാഥൊക്കെ വരുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.